13 പേര് ആയിരങ്ങളോട് യുദ്ധം ചെയ്തു. ലോകയുദ്ധ സമവാക്യങ്ങളെ മുഴുവനും തിരുത്തി എഴുതിയ ചിത്രമായിരുന്നു അത്. കേവലം ആയുധത്തിന്റെ വിജയമല്ല, അംഗബലത്തിന്റെ മുന്നേറ്റമല്ല, അസ്ഥിബലത്തിന്റെയും കായ്ബലത്തിന്റെയും മുന്നേറ്റമല്ല, ആദർശബോധത്തിന്റെ അജയ്യമായ കാൽവെപ്പുകളുടെ ഏറ്റവും പ്രോജ്വലമായ ഉദാഹരണമാണ് ബദറിന്റെ താഴ്വരയിൽ നിന്ന് ലോകം കണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ, നാം വിപ്ലവത്തിന്റെ പിന്നാലെ എടുത്തുചാടേണ്ടവരല്ല, വിവേകത്തോടെ കാര്യങ്ങളെ വിലയിരുത്തേണ്ടവരാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ? ഇസ്രയേലുകാരൻ ആ രാജ്യമുണ്ടാക്കിയത് സംഘട്ടനം നടത്തിയിട്ടാണോ? അല്ല, ഇസ്രയേലുകാരൻ അവന്റെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടായിരുന്നു. മധ്യപൗരത്യ രാജ്യത്തിന്റെ നടുവിൽ ജൂതന്മാർക്കൊരു രാജ്യമില്ലായിരുന്നു. ജൂതന്മാർക്കൊരു രാജ്യമില്ലാതെ വന്നപ്പോ അത് മുസൽമാന്റെ രാജ്യത്തിന്റെ നെഞ്ചത്ത് തന്നെ ഉണ്ടാക്കിയത്. ഒരു ഭാഗത്ത് വിപ്ലവത്തിന് വേണ്ടി പോയ മുസ്ലിം സമുദായത്തിന്റെ ഇടയിൽ ഒരു വിവേകത്തിന്റെ കൗശലം ഉപയോഗിച്ചതായിരുന്നു എന്ന് ചരിത്രം പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് നാം ഇനിയും ബോധപൂർവം മുന്നോട്ട് പോയില്ലെങ്കിൽ ഒരുപാട് വില നാം കൊടുക്കേണ്ടി വരും. നമ്മൾ ഈ രാജ്യത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകേണ്ടവരാണ്. SSF എന്ന് പറയുമ്പോ 37 കൊല്ലമായി കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി സംഘടന. ഒരു പ്രസ്താവനയിലോ ഒരു പ്രഖ്യാപനത്തിലോ രാജ്യത്തിന്റെയോ ഇസ്ലാമിന്റെയോ നിയമത്തിനെതിരായി ഒരു വാക്കുപോലും വന്നിട്ടില്ലാത്ത സംഘടന. ലക്ഷക്കണക്കിന് പ്രവർത്തകരെ ഈ സംഘടന മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. നിങ്ങൾ ആലോചിക്കണം, SSFകാരൻ എവിടെയും ഒരു വിപ്ലവത്തിന്റെ പിന്നിൽ പോയില്ല, എവിടെയും തീപ്പന്തം ഉയർത്താൻ പോയില്ല. ധാർമ്മിക വിപ്ലവം ജിന്ദാബാദ് എന്ന മഹനീയമായ മുദ്രാവാക്യത്തിലൂടെ വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംഘടന മെഡിക്കൽ എഞ്ചിനീയറിംഗ് മേഖലകളിൽ മാത്രം ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് മെമ്പർഷിപ്പ് ഉള്ള പ്രസ്ഥാനമാണിത്. അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസം നേടിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് കൊടുത്ത് പഠിപ്പിക്കുന്ന പ്രസ്ഥാനമാണിത്. സ്കൂൾ ഓഫ് സിവിൽ സർവീസ് എന്ന പേരിൽ മുസ്ലിം സമുദായത്തിൽ IASകാരും IFSകാരും IPSകാരും ഉണ്ടാകണം എന്ന വിവേകത്തോടുകൂടി സ്കൂൾ ഓഫ് സിവിൽ സർവീസ് നടത്തുന്ന ഏക വിദ്യാർത്ഥി സംഘടനയാണിത്. നിങ്ങൾ മനസ്സിലാക്കണം, SSFകാരൻ 37 കൊല്ലം കൊണ്ട് എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, ഇസ്ലാമിക നിഷ്ഠയുള്ള ജീവിതം നയിക്കുന്ന പ്രവാചക പ്രേമം ജീവവായുവായി എടുത്ത സമാധാനത്തോടെ വിഷയങ്ങൾ വിലയിരുത്തുന്ന ലക്ഷക്കണക്കിന് പ്രവർത്തകരെ പക്വതയോടെ പണ്ഡിതന്മാരുടെയും സാദാത്തുക്കളുടെയും സ്വൽപ്പിടിക്ക് കീഴിൽ കൊണ്ടുപോകാൻ ഇസ്ലാമിക സിംബലുകൾ പണയം വെച്ചിട്ടില്ല. നിങ്ങൾ മനസ്സിലാക്കണം, 37 കൊല്ലമായി യൂണിവേഴ്സിറ്റികളിലും മെഡിക്കൽ കോളേജുകളിലും എഞ്ചിനീയറിംഗ് കോളേജുകളിലും പ്രൊഫഷണൽ കോളേജുകളിലും കടന്നു ചെന്ന് പ്രവർത്തിക്കുന്ന ഈ സംഘടനയ്ക്ക് കോളേജുകളിൽ കയറിയിറങ്ങിയപ്പോൾ തൊപ്പി മാറ്റിവെക്കേണ്ടി വന്നില്ല, തലപ്പാവ് മാറ്റിവെക്കേണ്ടി വന്നില്ല. ഇസ്ലാമിക സിംബലുകളെ സംരക്ഷിച്ചുകൊണ്ട് കേരളത്തിൽ പ്രവർത്തിക്കുന്ന ക്രിയാത്മകമായി മുന്നോട്ട് പോകുന്ന ഏക വിദ്യാർത്ഥി സംഘടനയേത്? നമ്മൾ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആലോചിക്കുക. കേരളത്തിൽ ഒരുപാട് മതസംഘടനകൾ കലാലയങ്ങളിലും കലാലയത്തിന് പുറത്തും പ്രവർത്തിക്കുന്നുണ്ട്. ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിൽ ഗവേഷണ വിദ്യാർത്ഥിയാണ്. എന്റെ സഹപാഠികളും സഹപ്രവർത്തകരും വ്യത്യസ്ത യൂണിവേഴ്സിറ്റികളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. ഞങ്ങൾ കലാലയത്തിന്റെ നറുമുറ്റത്തേക്ക് കടന്നു ചെല്ലുമ്പോ തലപ്പാവ് തടസ്സമായില്ല, നിങ്ങളുടെ വിദ്യാർത്ഥികൾക്ക് തൊപ്പി തടസ്സമായില്ല. അങ്ങനെ ഇസ്ലാമിക സിംബലുകളെ പാലിച്ചുകൊണ്ട് നമ്മുടെ സെക്യുലറിസ്റ്റ് രാജ്യത്തിന്റെ നിയമങ്ങളെ പരിപാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന് വിളിച്ചു പറയാനുള്ള ഏറ്റവും വലിയ സന്ദേശം എന്താണെന്നറിയുമോ? ലാ യുഅ്മിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. അഖിലാണ്ട ജനങ്ങളെക്കാളും സർവസ്വങ്ങളെക്കാളും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളെ പ്രണയിക്കുന്നതുവരെ നമ്മുടെ ആരുടെയും വിശ്വാസം സമ്പൂർണ്ണമല്ല. ഇതുതന്നെയാണ് സുന്നി യുവജന സംഘം വിളിച്ചു പറയുന്നത്. ഇതുതന്നെയാണ് അമേരിക്കയിലും ബ്രിട്ടനിലും അറബ് രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലും എല്ലാ രാജ്യങ്ങളിലും പ്രവർത്തിച്ച് ഇസ്ലാമിക മുന്നേറ്റത്തിന് കാര്യക്ഷമമായി കാൽവെപ്പ് നടത്തുന്ന കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ. ആഗോള പണ്ഡിതന്മാർ, മഹാന്മാരായ പണ്ഡിത കേസരികൾ, ആ പണ്ഡിത കേസരികളുടെ പക്വതയാർന്ന കാൽവെപ്പുകളോടെയാണ് ഈ പ്രസ്ഥാനങ്ങൾ മുഴുവനും മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾക്ക് കേരളത്തിൽ എന്തുണ്ട് എന്ന് ചോദിച്ചാൽ എക്സ്പ്ലോസീവ് ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്കുള്ളത് താജുൽ ഉലമാ
ഉള്ളാളതങ്ങൾ എന്ന മഹനീയമായ ആത്മീയ നേതൃത്വം, ഞങ്ങൾക്കുള്ളത് ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദ് എന്ന കാന്തദർശിത്വമുള്ള സമകാലിക മുസ്ലിങ്ങളുടെ ആഗോളതലത്തിലെ അജയ്യമായ ശബ്ദം, ഞങ്ങൾക്കുള്ളത് ബഹുമാനപ്പെട്ട നെല്ലിക്കുത്ത് ഉസ്താദ് എന്ന ആത്മീയ പണ്ഡിത കേസരികളിലെ അഗ്രേസരന്മാരിൽ ഒരാൾ, ഞങ്ങൾക്കുള്ളത് പൊന്മള അബ്ദുൽ ഖാദർ ഉസ്താദ് എന്ന് പറയുന്ന തികഞ്ഞ മതപണ്ഡിത നേതൃത്വം, ഞങ്ങൾക്കുള്ളത് ആദർശ കേരളത്തിന്റെ ആത്മാവായി മാറിയ ബഹുമാനപ്പെട്ട മൗലാന പേരോട് ഉസ്താദ് അടക്കമുള്ള നിരവധി പണ്ഡിത കേസരികളുടെ വലിയൊരു നിര ആധികാരികമായി മതത്തെ ഓഥന്റിക്കായി കൈകാര്യം ചെയ്യാൻ ഞങ്ങളുടെ നേതൃത്വത്തിനുണ്ട്, നമ്മുടെ കേരളീയ മുസ്ലിങ്ങൾക്കുണ്ട് എന്നത് അഭിമാനത്തോടെ നാം തിരിച്ചറിയേണ്ടതാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, SSFന്റെയും SYSന്റെയും സുന്നി സംഘടനകളുടെയും പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ ചെറുപ്പക്കാർ വിലയിരുത്തിയേക്കാം. ഇവരെന്താ ഇവിടെയും മൗനം ദീക്ഷിക്കുന്നത്, സമാധാനത്തോടെ മുന്നോട്ട് പോകുന്നത്? പക്വതയുടെ കാൽവെപ്പുകൾക്ക് സാവധാനമുണ്ടാകും, അല്ലാതെ എടുത്തുചാട്ടത്തിന്റെ പോരാട്ടങ്ങൾക്ക് എടുത്തുചാട്ടമേ ഉണ്ടാകൂ. നമുക്കൊന്നും നേടിയെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് പക്വതയോടെ കാൽവെപ്പ് നടത്തിയത് കൊണ്ടാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കിയിട്ടുണ്ടോ, സ്വതന്ത്ര ഭാരതം വന്നപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയാകാൻ യോഗ്യതയുള്ള മൗലാന മുഹമ്മദ് അലിയുടെയും ഷൗക്കത്ത് അലിയുടെയും പശ്ചാത്തലം എന്താ? വേണ്ട സമയത്ത് വിദ്യാഭ്യാസം നേടി എന്നതായിരുന്നു. നിങ്ങൾക്കറിയുമോ, നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ബുദ്ധിപരമായ നേതൃത്വം കൊടുക്കാൻ നിരവധി മുസ്ലിം നാമങ്ങൾക്ക് കഴിഞ്ഞതെന്തുകൊണ്ടാണ്? പടിഞ്ഞാറിന്റെ ആലയത്തിൽ പോയി പാശ്ചാത്യ വിദ്യാഭ്യാസം വേണമെങ്കിൽ നേടിയിട്ട് അവർക്കെതിരെ ശബ്ദിക്കണമെന്ന് പഠിച്ചതിന്റെ പേരിലാണ്. മൗലാന മുഹമ്മദ് അലി ഷൗക്കത്ത് അലിയും ഫ്ലുവന്റായി ഇംഗ്ലീഷ് സംസാരിച്ച് രാജ്യത്തിന്റെ നിർമ്മാണ പ്രവർത്തനത്തിൽ പങ്കാളികളായവരാണ്. നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് പക്വതയും രാഷ്ട്രബോധവും വിദ്യാഭ്യാസവുമുള്ള നല്ല ഒരു തലമുറയെ പാകപ്പെടുത്തിയെടുക്കാനാണ് മർക്കദുസ് സഖാഫത്ത് സുന്നിയ 10,000 വിദ്യാർത്ഥികളെ പോറ്റുന്നത്. കാശ്മീരിന്റെ ചോരച്ചാലിൽ നിന്ന് കേരളത്തിന്റെ നീർച്ചാലിലേക്ക് കൊണ്ടുവന്ന് മഹനീയമായ വിദ്യാഭ്യാസവും ആവശ്യമായ അവശ്യ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് വിദ്യാഭ്യാസമാണ് കാന്തപുരം ഉസ്താദ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഏത് മുഖ്യധാരാ മാധ്യമങ്ങളാണ് അതിനെ ശ്ലാഘിക്കാത്തത്? നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? അതുകൊണ്ട് കാലത്തിന്റെ ആവശ്യത്തിനനുസരിച്ച് വിവേകവും ബുദ്ധിയും ബോധവുമുള്ള ഒരു സമുദായത്തിന്റെ സൃഷ്ടിയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ആവശ്യമുള്ളത്. അല്ലാതെ കേവലമായ എടുത്തുചാട്ടം നമുക്ക് അപകടമേ തരികയുള്ളൂ. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിന്ദിക്കുവാൻ ഏതെങ്കിലും വാറോലകളും കൊണ്ട് ആളുകൾ വരുമ്പോ നമ്മൾ ചെയ്യേണ്ടത് അതേപടിയുള്ള തിരിച്ചടിയല്ല, നമുക്ക് വിവേകമുണ്ടാകണം. ഇവിടെയുള്ള എല്ലാ ക്രിസ്ത്യാനികളും മുസ്ലിം വിരോധികളല്ല, ഇവിടെയുള്ള എല്ലാ ഹിന്ദുക്കളും മുസ്ലിം വിരോധികളല്ല, ഇവിടെയുള്ള എല്ലാ മറ്റു മതക്കാരും ഇസ്ലാമിക വിരോധികളല്ല. എല്ലാ സമുദായത്തിനും പെട്ട ന്യൂനപക്ഷം ഏതെങ്കിലുമൊക്കെ ദുരന്ത ചിന്തകൾ ഉണ്ടാകാം. അതുകൊണ്ട് ആ മതത്തെ എഴുതി തള്ളാൻ പാടില്ല. മുസാമ ബിൻ ലാദന്റെ പശ്ചാത്തലം വെച്ചിട്ടല്ല ഇസ്ലാമിനെ അളക്കേണ്ടത്, ഗോൾവൽക്കരുടെ ചിന്ത വെച്ചുകൊണ്ടല്ല ഹൈന്ദവതയെ അളക്കേണ്ടത്. ഇങ്ങോട്ട് മാറിയിട്ട് ക്രൈസ്തവ ഭീകരന്മാരെയോ അല്ലെങ്കിൽ രാഷ്ട്ര നിർമ്മാണ പ്രവർത്തനങ്ങളിൽ അപകടകരമായി മുന്നേറിയ ആളുകളെയോ കണ്ടിട്ടല്ല ഈ രാജ്യത്തെ ക്രൈസ്തവരെ വിലയിരുത്തേണ്ടത്. ക്രൈസ്തവ ദർശനത്തിലൂടെ ക്രിസ്ത്യൻ സമൂഹത്തെ നാം പഠിക്കണം. ഹൈന്ദവ സഹോദരന്മാരുടെ മാനുഷിക മൂല്യങ്ങളെ പഠിച്ച് സൗഹാർദ്ദത്തോടെ ജീവിച്ച രാജ്യമാണിത്. നമുക്കിനിയും ഒരുമയോടെ മുന്നോട്ട് പോകണം. പക്ഷേ അപകടകരമായി ചിന്തിക്കുന്ന എല്ലാ മതത്തിലെയും ആളുകളെ പൊതുശത്രുവായി നമുക്ക് കാണാൻ കഴിയണം. അതുപോലെ തന്നെ രാജ്യത്തുള്ള ആളുകൾ ആ സൗഹാർദ്ദത്തിൽ അധിഷ്ഠിതമായി ചിന്തിക്കാൻ കഴിയണം. ഹൈന്ദവ സഹോദരന്മാരുണ്ടാകാം. പ്രിയപ്പെട്ടവരെ, എത്ര കാലമായി നമ്മൾ ഒരുമയോടെ സ്വരുമയോടെ സൗഹാർദ്ദത്തോടെ നാം മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് ആ സൗഹാർദ്ദ സ്നേഹതലങ്ങളെ മുഴുവനും ആവഹിച്ച് നല്ല ശാന്തമായ മുന്നോട്ട് പോക്ക് നടത്തിയാൽ ഇനിയും ഒരുപാട് വിജയിക്കാൻ നമുക്ക് കഴിയും. അതുകൊണ്ട് ഈ വിഷയങ്ങളുടെ മുഴുവനും ആകത്തുക ഞങ്ങളുടെ എല്ലാ പണ്ഡിത കേസരികളും ഞങ്ങൾക്ക് നൽകുന്ന ഉപദേശത്തിന്റെ ഏറ്റവും വലിയ തലവാചകം അതാണ് ഇവിടെ ഞങ്ങൾ വെച്ചിട്ടുള്ളത്. പ്രസ്ഥാന സങ്കുചിതത്വത്തിന്റെ പേരിൽ എവിടെയെങ്കിലും കയറാനുള്ളതല്ല. കലാലയത്തിന്റെ നടുവട്ടത്തിലിരുന്ന് മെഡിസിൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥിയോടും എഞ്ചിനീയറിംഗ് വിദ്യാലയത്തിൽ നിന്നുകൊണ്ട് എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം നേടുന്നവരോടും മതപാഠശാലകളിൽ നിന്നുകൊണ്ട് ഇസ്ലാമിക മീമാംസയെ പഠിക്കുന്നവരോടും ലോകത്തോട് മുഴുവനും വിളിച്ചു പറയാനുള്ളത് ലാ യുഅ്മിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വ വലദിഹി
നമ്മളെല്ലാവരും എല്ലാവരെക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രേമിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അപകീർത്തിപ്പെടുത്തിയ ആളുകളുടെ മുമ്പിൽ ചെന്നിട്ട് പറയണം, എടോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിനക്കറിയുമോ? ആരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കഹാ ജാതാ ഹെ രഹ്തേ ഹെ ദൂല ഫഖത് മദീനെ മേ ഗലത് ഹെ രഹ്തേ ഹെ വ ആശിഖോൻ കസീനെ മേ. വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ നിറസാന്നിധ്യമായി ജീവിക്കുകയാണ് ബഹുമാനപ്പെട്ട തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയണം.